സർപ്പക്കാവ് സംരക്ഷണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ നവീകരണ യജ്ഞം നടക്കുന്ന കീഴ്വായ്പൂര് ഈശ്വരമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ തന്ത്രി മുഖ്യൻ ഡോക്ടർ ടി.എസ്. വിനീത് ഭട്ട് എത്തി. ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ പോറ്റി അദ്ദേഹത്തെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. പരശുരാമ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കപ്പെടുന്നതും പടിഞ്ഞാറേക്ക് ദർശനമുള്ളതുമായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈശ്വരമംഗലം മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ തിടപ്പള്ളി യഥാസ്ഥാനത്തേക്ക് മാറ്റാൻ ദേവപ്രശ്ന വിധിയുണ്ടായി. ക്ഷേത്രത്തിന് അനുയോജ്യമായ അളവിൽ ചുറ്റമ്പലം തീർക്കാനും സർപ്പക്കാവ് പുനഃപ്രതിഷ്ഠ നടത്താനും നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചാണ് സർപ്പക്കാവ് സംരക്ഷണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ തന്ത്രി മുഖ്യൻ ഡോക്ടർ ടി.എസ്. വിനീത് ഭട്ട് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ പോറ്റി പൂർണ്ണ കുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. പുതിയ ക്ഷേത്ര നിർമ്മാണം ചുറ്റമ്പലത്തോടുകൂടി വളരെ വിപുലമായ രീതിയിൽ വരുമ്പോൾ പൂർവ്വകാലത്തുണ്ടായിരുന്ന കാവുകൾ, യഥാർത്ഥത്തിൽ കാവുകൾ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ ഉത്തമമായ സ്ഥാനത്തായിരിക്കണമെന്നാണ്. ഇവിടെ ഉത്തമമായ സ്ഥാനത്ത് തന്നെയാണ്. പക്ഷെ പിൽക്കാലത്ത് വെച്ച വൃക്ഷങ്ങളാണ് കുറച്ച് ക്ഷേത്രഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. അത് കാണുമ്പോഴറിയാം പൂർവ്വകാലത്തെയുള്ള വൃക്ഷങ്ങളിലുപരി പിൽക്കാലത്ത് വെച്ചിട്ടുള്ള വൃക്ഷങ്ങൾ വളർന്ന് ക്ഷേത്രമുറ്റത്തോട്ട് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പുനരുദ്ധാരണമാകുമ്പോൾ നമ്മൾ നിയമാനുസൃതമുള്ള സ്ഥാനത്തോട്ട്, അതായത് കന്നിരാശിയിൽ കിഴക്കോട്ട് നാഗദേവതകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ തന്നെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പുനരുദ്ധരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രം വന്ന് കാണും വരെയും ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചൈതന്യത്തെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആ ഭൂമിയിൽ കയറിയ സമയം എന്ന് പറയുന്നത് ത്രിസന്ധ്യാ സമയമാണ്. ഏകദേശം ഇടവം രാശിയിലാണ്. 9-ൽ വ്യാഴമൊക്കെയുള്ള സമയത്ത് കയറാൻ പറ്റിയെന്നുള്ളതാണ്. പടിഞ്ഞോട്ടുള്ള ക്ഷേത്രങ്ങൾ ലോകപ്രശസ്തമാണ്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങൾ, എറണാകുളത്തപ്പനൊക്കെ ഉദാഹരണമാണ്. ഇവിടെ പടിഞ്ഞോട്ടുള്ള ശിവക്ഷേത്രമാണ്. ഇത് ലോകമറിയേണ്ടുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം ഇത്ര ഭംഗിയായി കന്നിരാശിയിൽ കാവും ഇത്ര ഭംഗിയായ ഒരു ചുറ്റമ്പലവും ഒക്കെ പൂർവ്വകാലത്ത് ഈ മലയ്ക്ക് മേളിൽ പണിയുവാൻ കഴിഞ്ഞ പൂർവികരുടെ ആ പുണ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. ഇവർക്കൊക്കെ മനസ്സുണ്ട് ഈ കാവ് സംരക്ഷിക്കാനും എല്ലാം. പക്ഷെ അവർക്കുള്ള ഭയം കൊണ്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഒരു കാവ് എങ്ങനെ മാറ്റാം, ഒരു കാവ് ഉപദ്രവമില്ലാത്ത രീതിയിൽ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നുള്ള സംശയം കൊണ്ട് തന്നെയല്ലേ വിളിച്ചത്, അല്ലേ? പൂർവികരുണ്ടാക്കി വെച്ച ഇതിനെയൊക്കെ ഞങ്ങൾ നശിപ്പിക്കുകയാണോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം അവർ വിളിച്ചത്. പക്ഷെ ഒരിക്കലുമല്ല. നമ്മൾ വളർന്നിങ്ങ് മാറിയ കുറേ വൃക്ഷങ്ങൾ, ശരിക്കും പൂർവിക വൃക്ഷങ്ങളൊക്കെ കുറേ നശിച്ചു പോയിരിക്കണം. പുതുതായി വന്ന കുറേ വൃക്ഷങ്ങളായിരിക്കണം ഈ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഉത്തമമായ സ്ഥാനത്തോട്ട് ഈ കാവിനെല്ലാം പറിച്ച് നട്ടുകൊണ്ട് അതിനെല്ലാം പൂർവികമായ അവസ്ഥയിൽ അതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ വളർത്തി സംരക്ഷിച്ചുകൊണ്ടാണ് ഇത് മാറ്റാൻ പോകുന്നത്. ഞാനും ഒത്തിരി ക്ഷേത്രങ്ങളെ സ്നേഹിക്കുന്ന ഒരു ക്ഷേത്ര വിശ്വാസിയാണ്, ഒരു ആചാര്യനിലുപരി. അതുകൊണ്ട് എന്നാൽ കഴിയുന്നതെല്ലാം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജി. ശ്രീകുമാർ ഞാറക്കുഴി, വൈസ് പ്രസിഡന്റ് പൊന്നമ്മ ആർ. നായർ, ജനറൽ സെക്രട്ടറി കീഴ്വായ്പൂര് ശിവരാജൻ നായർ, ജോയിന്റ് സെക്രട്ടറി എം. ജി. രാജേന്ദ്രകുമാർ, ട്രഷറർ സുദീപ് വി. പിള്ള, കൺവീനർ രാജൻ തെക്കേമുറിയിൽ, രക്ഷാധികാരി ടി. ജി. രഘുനാഥപിള്ള എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.